ഇത് വൺ ഓഫ് ദി എന്താ പറയുക ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കേട്ടോ മിനിക്കോയിൽ. ഫിഷ് പ്രോസസ്സിംഗ് മീൻസ് അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ്. നിങ്ങളിലേക്കൊക്കെ പോവാം. ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. എന്താ സാർ ഇത്? അപ്പോൾ നമുക്ക് ഫുഡ് പാകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ആസിറ്റീസ് തന്നെ കഴിക്കാനും പറ്റും. പിന്നെ എന്ത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലക്ഷദ്വീപിലെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് 2 മണിക്കാണ് ബോർഡിംഗ് പാസ് എടുക്കേണ്ടത്. ഷിപ്പിലേക്ക് കയറേണ്ട. അപ്പോൾ ഷിപ്പൊക്കെ വന്നിട്ടുണ്ട്, അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10:45, രാവിലെ 10:45 സമയം. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് അവസാനമായിട്ട് ഈ ലക്ഷദ്വീപ് മൊത്തത്തിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടെ ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാ നമുക്ക് അതിനകത്തൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് നോക്കാം. മിനിക്കോയ് ഐലൻഡ് നോവൽറ്റി മാസ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് ഈ സംഭവം നടത്തുന്നത്. അച്ചാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഫിഷ് അച്ചാറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കയറി നോക്കാം ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിക്കോയിലെ മിൻമാസ് ഫിഷ് യൂണിറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുതലാളിയായിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം സാറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രധാനമായിട്ട് സാർ ട്യൂണ ഫിഷ് ആണല്ലോ ഇവിടെ പ്രോസസ് ചെയ്യുന്നത്. അതെ, ഇവിടെ റോ മെറ്റീരിയൽ നമുക്ക് സുലഭമായി കിട്ടുന്നത് ട്യൂണയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്യൂണ ഉണ്ട്. സ്കിപ്പ് ജാക്ക് ട്യൂണ, യെല്ലോ ഫിൻ ട്യൂണ. അത് യെല്ലോ ഫിൻ ട്യൂണയും സ്കിപ്പ് ജാക്ക് ട്യൂണാണ് മെയിനായിട്ട് ഞങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈഡ് ആയിട്ട് മാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൽ ഒരു മാസ്മിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കേരള മറ്റേ സൈഡിലൊക്കെ മാസ് എന്നാണ് അതിന് പറയാറ്. അത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രഷ് ഫിഷും ഉണ്ട്, പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, ഈ ട്യൂണ ക്യാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്യൂണ വാഫേഴ്സ്, ട്യൂണ ഫ്രൈ, ട്യൂണ പപ്പഡ്, ട്യൂണ സൂപ്പ്, ഈവൻ ഈ ട്യൂണ ടീ വരെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു 10-12 പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത് ഈ സ്ഥാപനത്തിൽ. സാറിൻ്റെ ഓൺ സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് നോക്കിയാലോ അല്ലേ എന്തൊക്കെയാണുള്ളത്. കുറേ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിറ്റാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. ലേബലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ലേബലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫിഷും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഫിഷിൻ്റെ കോൾഡ് സ്റ്റോറേജിൻ്റെ അതിപ്പോൾ മറ്റേ ഫിഷ് തീർന്നുകൊണ്ട് ക്ലീൻ ചെയ്ത് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല അവിടെ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് ഫിഷ് കട്ട് ചെയ്യാനുള്ള ടേബിളാണ്. ഫിഷ് കട്ട് ചെയ്യാനുള്ള ടേബിൾ. പക്ഷേ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി പോയി നമുക്ക് ഇതിൻ്റെ പ്രോസസ് ടൈം വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാമായിരുന്നു എന്നുള്ളത്. എല്ലാം കാണാമായിരുന്നു. സോറി, നമ്മൾ സമയം കുറച്ച് മാറിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ളൊരു സംഭവം കാണുന്നുണ്ട്. എന്താ സാർ ഇത്? അത് എങ്ങനെയാ വെച്ചാൽ അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. മീൻ വന്നു കഴിഞ്ഞാൽ മീൻ ഇവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ഇട്ടിട്ട് ബോയിൽ ചെയ്യും. സ്റ്റീമിന് വേണ്ടി ക്യാൻ ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ക്യാൻ ചെയ്യുമ്പോൾ ഇതിൽ ബോയിൽ ചെയ്ത് എടുത്തിട്ട് തണുത്തിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് അത് ടിന്നുകളിലാക്കും. ചെറിയ ടിന്നുകളിൽ ക്യാനുകളിലാക്കിയിട്ട് അതിൽ ഉപ്പും എണ്ണയെല്ലാം ഒഴിച്ചിട്ട് ഇവിടെ ഇത് എന്താ എക്സോസ്റ്റ് ടണൽ എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് മെല്ലെ മൂവ് ചെയ്തിട്ട് 15 മിനിറ്റ്സ് കൊണ്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1 kg പ്രഷറും ഉണ്ടാവും, 100 ഡിഗ്രി ടെമ്പറേച്ചറും ഉണ്ടാവും. അപ്പോൾ അതായത് കിടന്ന് ബോയിൽ ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗ്ലോസ് ഇട്ടിട്ട് എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് സീൽ ചെയ്യും. സീൽ ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ കേജ് ഉണ്ട് ഇതിലിട്ടിട്ട് ഇതിലിട്ടിട്ട് വീണ്ടും ഒരു 90 മിനിറ്റ് ഇതിൻ്റെ അകത്ത് വീണ്ടും ടിന്ന് വേവിക്കും. എന്നിട്ട് ആ ടിന്ന് പുറത്തെടുത്തിട്ട് ഇവിടെ അപ്പോഴും ഐസിലുള്ള വെള്ളം വെച്ചിട്ടുണ്ടോ, തണുത്ത വെള്ളം, ഐസിട്ട വെള്ളം, അതിലേക്ക് ഡിപ്പ് ചെയ്യുന്നത് ടിൻസ് ഡിപ്പ് ചെയ്തിട്ട് ടേബിളിൽ എടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ലേബിൾ ഒട്ടിക്കണം. ആ ലേബിൾ ഒട്ടിക്കുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. ലേബിൾ ഒട്ടിക്കുന്ന അവിടെ ചെയ്യുന്നുണ്ട്, ചേച്ചിമാരാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞത് ട്യൂണ ക്യാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള ട്യൂണ ഫിഷിൻ്റെ പാക്കിങ്ങും അതുപോലെ ലേബലിങ്ങും ആണ്
പാക്കിങ് കഴിഞ്ഞാൽ ലേബലിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഈ സ്റ്റിക്കർ അല്ലേ ഇത് ഒട്ടിക്കുന്നത്. ഇതെന്താണ് ആക്ച്വലി സാധനം പ്രൊഡക്റ്റ്? ഇത് ടൂണ പീസാക്കിയിട്ട് 3 പീസ് ഇതിൻ്റെ അകത്തുണ്ടാവും. ഓ ശരി. അതിൽ എണ്ണയുണ്ടാവും, വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഉപ്പും ഉണ്ടാവും, എന്നിട്ടാണ് സീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് പാകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആസിറ്റീസ് തന്നെ കഴിക്കാനും പറ്റും. പിന്നെ എന്ത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്ത ബജറ്റിലാണ്. ഞാനിവിടെ എനിക്ക് ഒരു ബ്രോഷർ വന്നിട്ടുണ്ട്. അതിനകത്ത് ട്യൂണ പിക്കിൾ ഉണ്ട്, ഡ്രൈഡ് ട്യൂണ ഫിഷ് ഫ്രൈ ഉണ്ട്, ട്യൂണ എക്സ്ട്രാക്റ്റ് ഫ്രൈ ഉണ്ട്, അതുപോലെ എന്താ മാസ്മീൻ, അതുപോലെ ട്യൂണ പീസസ് ഫ്ലേക്സ്, ഗ്രാനൂൾസ് ആൻഡ് പൗഡർ, സ്മോക്ക്ഡ് ട്യൂണ, ഇതുപോലുള്ളതാ ട്യൂണ എക്സ്ട്രാക്റ്റ്, ഡ്രൈഡ് ട്യൂണ ഫിഷ് പപ്പട് അല്ലേ, പപ്പടം, അതുപോലെ ട്യൂണ കാൻസ്, ഇതുപോലുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് അച്ചാറാണല്ലേ. ഇത് ട്യൂണയുടെ പിക്കിളാണ് കേട്ടോ. ട്യൂണ ഫിഷ് കൊണ്ട് അതിൻ്റെ മുകളിലാണ് ട്യൂണ ഫിഷിൻ്റെ ചിത്രമുണ്ട്. ഇതിൻ്റെ പിക്കിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ ഓക്കെ. ഇത് ട്യൂണയുടെ ചട്നി, വെറൈറ്റി പ്രോഡക്റ്റ് ആണല്ലോ. തേങ്ങ കൂട്ടിയിട്ടുള്ള തേങ്ങ കൂട്ടിയിട്ട് ട്യൂണ ഫിഷിന്റെ ഒരു ചട്നിയാണ് ചമ്മന്തി. അതേപോലെ സെയിം സാധനം. നമ്മൾ ചെമ്മീൻ്റെ ചമ്മന്തി കാണാറുണ്ടല്ലോ, അതേപോലെ ട്യൂണ ഫിഷ് കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങയും മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു തരം ചട്നിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. ഇവിടെ മറ്റ് ഒരുപാട് പ്രൊഡക്ട്സ് നമുക്കിവിടെ ഒരു പാക്കഡ് ആക്കി വെച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ട്യൂണ ഫ്രൈ, ഡ്രൈഡ് ട്യൂണ ഫ്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതിൽ ഫ്രൈ ചെയ്തിട്ട് അത് റെഡി ടു സെർവ് ആണ്. ഓക്കെ. ഒന്നും ചെയ്യാനില്ല, എടുക്കുക, കഴിക്കുക. അതായത് നിങ്ങൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചെറിയ പാക്കറ്റിൽ വരുന്നില്ല. അതെ. അതിന് പകരം ഞങ്ങൾ ബോട്ടിലാക്കിയിട്ടാണ് ട്യൂണ ഫ്രൈ. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ട്യൂണ ഫിഷ് എക്സ്ട്രാക്റ്റ് മീൻസ് അത് ഇതിൻ്റെ അവസാനത്തെ ഇതൊരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മൾ മറ്റേ മാസ്മീൻ ഉണ്ടാക്കി വരുമ്പോൾ അതിൽ വരുന്ന ലിക്വിഡ് കുറുക്കി എടുക്കുന്നതാണ് ട്യൂണ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇതൊരു ടേസ്റ്റ് മേക്കറാണ് ശരിക്കും. ഓഹോ ശരി. നമ്മൾ ഫ്ലേവറൊക്കെ പോലെ അല്ലേ. ഓക്കെ. നമ്മളിതാ ഡിഫറെൻറ്റ് ടൈപ്പ് മറ്റേ ക്യാൻസ് ഉണ്ടാകുന്നത്. ട്യൂണ ലൈറ്റ് മീറ്റ്, അതുപോലെ ട്യൂണ ഡ്രൈഡ് ട്യൂണ. ഓക്കെ. ഇതേപോലുള്ള ഫിഷ് കൊണ്ട് ഉണ്ടാക്കിയ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇത് ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിക്കോയ് ദ്വീപിൽ, നമ്മുടെ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനകത്ത് നമ്മുടെ ജെട്ടി, നമ്മുടെ ഷിപ്പൊക്കെ വന്ന് ഇറങ്ങുന്ന ജെട്ടി ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പറയുന്ന ഒരു ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ളത്. ഇവിടെ കാണുന്നത് ഡ്രൈഡ് ട്യൂണ മാസ്മിൻ എന്നാണ് ഇതിന് പറയുന്നത്. ഡ്രൈ ട്യൂണ ഇംഗ്ലീഷിൽ പറയുന്നു, മാസ്മിൻ എന്നാണ് പറയുന്നത്. ഇവിടെ അല്ല, പുറത്ത് പറയുന്നു. ഇവിടെ മാസ്മിൻ പറയുന്നു. ഓക്കെ. ഇതൊരു വലിയ ഒരു പീസാണല്ലേ. വലിയ പീസുകളുള്ള ട്യൂണ 4 പീസാക്കി മാറ്റിയിട്ട് എല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞതാണ്. ഇത് ഡൗൺ സൈസ് ചെയ്തതാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് ട്യൂണ പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള യൂണിറ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. കാരണം അത്രയും പ്രൊഡക്ട്സ് ഉള്ള ഒരു ട്യൂണ ഫാക്ടറി. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ഇനിയിപ്പം ആരെങ്കിലും മിനിക്കോയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ബന്ധപ്പെടാമല്ലോ. അറ്റ് എനി ടൈം. ഓക്കെ. നിങ്ങൾക്ക് ഫിഷിൻ്റെമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും മീൻസ് പിക്കിൾസ് ഒക്കെ ഫേവറേറ്റ് ആണ് ആളുകളുടെ. അപ്പോൾ ഈ പിക്കിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പുറത്ത് കുറച്ച് ഫിഷിനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ. ഫിഷിൻ്റെ വേസ്റ്റ് ആണോ? ഓക്കെ. അതെന്താണ് സാർ യൂസ് ചെയ്യുക? ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത് ഫിഷിൻ്റെ വേസ്റ്റാണ്. ഒക്കെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലേ. ഇതെന്തിനാ സാർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അത് പൊടിച്ചിട്ട് ഫീഡാക്കി മാറ്റുന്നതാണ്. ഫീഡ് മീൻസ് എന്തിൻ്റെ? കോഴിക്ക് കൊടുക്കാൻ, കാറ്റലിന് കൊടുക്കാൻ, മീൽ വരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നുണ്ട് കോഴിക്കൊക്കെ. അപ്പോൾ ഈ മുള്ളെല്ലാം പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാൽസ്യം ഡെഫിഷ്യൻസി മാറി കിട്ടും. മറ്റേ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് പൊടിച്ചു കൊടുക്കുമ്പോൾ പ്രോട്ടീനും കിട്ടും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ. ഈ ഫിഷിൻ്റെ അവസാനം വരുന്ന ഇവിടെ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് അതൊരു എന്താ പറയുക, അതൊരു ഫുഡ് ആക്കി മാറ്റിയിട്ട് അത് കോഴികൾക്കും
ആനിമൽസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലും ഇവർ വെറുതെ കളയുന്നില്ല, അതുപോലെ യൂസ്ഫുൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇത് ഇത് ഉണ്ടാക്കിയിട്ട് ഉണങ്ങുന്നില്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഇതാണിത്. സോഫ്റ്റ്, ഓക്കെ 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 ഓക്കെ. അത് സോഫ്റ്റ് ആയിട്ടില്ല. ഇതിന് കോൾഡ് ആണ്, കോൾഡ് സ്റ്റോറേജിൽ വെക്കണം, അല്ലെങ്കിൽ പൂപ്പ് പിടിച്ചു. ഓക്കെ ഓക്കെ, നൈസ്. ഇത് വളരെ എളുപ്പമാണ്, നല്ല പൊട്ടിച്ചതില്ല, ഇത് പൊട്ടിക്കാനൊന്നും പറ്റില്ല. ആണല്ലേ, നൈസ്. ഓക്കെ, ആ ഉണ്ടോ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട് ഷെൽഫിലാക്കിയിട്ട്. നേരിട്ട് വാങ്ങാം. ഇനി സാർ ഇതിന് നമുക്ക് എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവർ എന്ത് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനൊരു സൗകര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ ഇവിടെ വന്നിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നിന്ന് സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ എത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ താഴെ കൊടുത്തിട്ട് നമ്പർ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ട്യൂണ മിൻമാസ് ട്യൂണ ടീ. ഓക്കെ, ഇവിടെ നോക്കൂ, ഡിപ് ടീ ആണത്. ഗ്രീൻ ടീ മാതിരി ഒരു ഹെൽത്ത്, ഇത് omega-3 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, ഇത് ട്യൂണ ഫിഷ് ഉണ്ടാക്കിയ ചായപ്പൊടി. അത് ട്യൂണ ഫിഷിന്റെ പൊടി ഡിപ്പ് മാതിരി. ഓക്കെ ഓക്കെ ഓക്കെ, ഡിപ്പ് ചെയ്യാനല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരും. അത് അതിൽ പിന്നെ ഫ്ലേവർ കൂട്ടുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മറ്റേ തേനും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കാം. ട്യൂണ ടീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചായ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. ഓക്കെ, അവിടുന്ന് ടെക്നോളജി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ശ്രമിച്ചാണ് ഉണ്ടാക്കുന്നത്. ശരി, പാക്കിങ്ങിലേക്ക് പോകാൻ പോകണം. ഓക്കെ, ജപ്പാനിൽ വന്നിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന സാധനം. ഓക്കെ, നൈസ്. ഇവിടെ പിക്ചറിൽ കാണുന്ന ഈ ഫിഷൊക്കെ ഇതൊക്കെ എന്താ സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്? കോമൺ ഫിഷ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട പേര് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടി ഇത് റെഫർ ചെയ്യണം. ഓരോ ഫിഷിനും ഓരോ അതിൻ്റെതായ ഇതാണല്ലോ ഉള്ളത് അല്ലേ? ഒരേപോലെ അല്ല പ്രോസസ്സ് ചെയ്യുന്നത് എല്ലാ ഫിഷും, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ഓഫീസാണ് ഇത്. ഓക്കെ, ഇവിടെ ഒരു ഓഫീസ് റൂമുണ്ട്. സാർ ഇവിടെ നാട്ടുകാരനാണ്, മിനിക്കോയ്. ഓക്കെ, ഇവരൊക്കെ എല്ലാവരും ജോലിക്കാരൊക്കെ. ഓക്കെ, ആണോ? അത് ശരി, ഇത് സാറിൻ്റെ ഓഫീസാണ് കേട്ടോ. ഇവിടെ നിന്നാണ്. അപ്പോൾ സാർ എനിക്ക് ഡീറ്റെയിൽ തന്നാൽ എന്തായാലും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈവൻ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും, ഇത് അച്ചാറാണെങ്കിലും ഇപ്പോൾ ട്യൂണ ബന്ധപ്പെട്ട് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും സാറിനെ വിളിച്ചു പറഞ്ഞാൽ, ഈവൻ കേരളത്തിൽ എവിടെയാണ് സാർ? കേരളത്തിൽ എവിടെയാണ്? ആസാമിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡൽഹിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും അവരെ ബ്രാൻഡിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആവും. യാത്ര ഫോർ എക്സാമ്പിൾ ഇവിടെ ഞങ്ങളുടെ MRP ഉള്ളത് 160 ആണ്. ഇവിടുത്തെ MRP 160. ആ ക്യാനിന്റെ കാര്യം ഞാൻ പറയുന്നത്. ക്യാൻ ഉള്ളത് 160 ആണ് ഇവിടെ. 160. ഓക്കെ, ഇതേ ക്യാന് തൃശ്ശൂർ വിൽക്കുന്നത് 180ക്കാണ്. 180. അപ്പോൾ ട്രാവൽ ചാർജ്. ആസാമിൽ വിൽക്കുന്നത് കൊടുക്കുന്നത് 200-നാണ്. ഓക്കെ, ഡൽഹിയിൽ 220-ലാണ്. ഓക്കെ, അപ്പോൾ ഡൽഹിയിൽ ഈവൻ അമേരിക്കൻ എംബസിയിൽ ഞങ്ങൾ ക്യാനാണ് യൂസ് ചെയ്യുന്നത്. ശരി. അപ്പം എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ഇത് ഇന്ത്യയിൽ ഇങ്ങനെ മെല്ലെ പോകുന്നുണ്ട്. കേരളത്തിൽ എവിടെയാണ് എത്തിക്കാം? എത്തിക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് പാർസൽ ചെയ്ത് എത്തിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അച്ചാറോ അങ്ങനത്തെ ഫിഷ് പ്രൊഡക്റ്റ്, ട്യൂണ പ്രൊഡക്റ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് വേണ്ട വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ട്യൂണായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൊഡക്റ്റും നമുക്ക് അത് മാനുഫാക്ചർ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലേ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് മാനുഫാക്ചർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി, നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതാ അവിടെ ടീ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, സാറ് കഴിച്ചു കൊടുക്കാം. ആണല്ലേ, ട്യൂണ ടീ അല്ല കേട്ടോ, ഇത് സാധാരണ ടീ ആണ്. നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, പ്രോസസ്സിങ് നടക്കാത്ത ഒരു സമയത്താണ് എത്തിപ്പെട്ടത്. പക്ഷേ എങ്കിൽ കൂടി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും സാറിന് ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഒരു ഇതിപ്പം വേറെ സ്ഥാപനം ഉണ്ടോ സാർ ഇവിടെ? മിനിക്കോയിലുണ്ടോ വേറെ? ലക്ഷദ്വീപിലില്ല, ഇങ്ങനൊരു സ്ഥാപനമില്ല. ട്യൂണ പ്രൊഡക്റ്റ് ചെയ്യുന്നു. ട്യൂണ പ്രധാന ഒരു ഫിഷ് ആണല്ലോ ഇവിടെ മെയിൻലി കിട്ടുന്ന മീനാണ് ട്യൂണ. ഓക്കെ, അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ലക്ഷദ്വീപിൽ മറ്റെവിടെയും ഇല്ല എന്നാണ് സാറ് പറയുന്നത്. സാർ ഇവിടെ തന്നെ മിനിക്കോയ് നിവാസിയാണ്. അപ്പം സാറ് പറയുന്നത് ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇല്ല എന്നാണ്. ശരിയും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക പ്രയോജനമാണ്. ഇവിടെ ഒരുപാട് പേര് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പം സാർ എനിവേ താങ്ക് യു. വെൽക്കം. അപ്പോൾ നമുക്ക് ഇനി കാണാം. ഓക്കെ. അപ്പോൾ സാറ് പറയുന്നത് ഇവിടെ ഒരു ദിവസം യൂണിറ്റ് നടക്കും, പ്രോസസ്സിങ് നടക്കും. അപ്പോൾ ആ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് നമുക്ക് വന്ന് ഷൂട്ട് ചെയ്യാം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ഇപ്പം വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം ഇൻഫോ യാത്രയുടെ ഇതേപോലെയുള്ള കിടുക്കൻ വീഡിയോസുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.